ശ്രീ KVS ഹരിദാസ്, വഖഫ് നിയമ ഭേദഗതി ബിൽ വന്ന ശേഷം മുനമ്പത്ത് വലിയ ആഹ്ലാദ പ്രകടനമുണ്ടായി. ഏതാണ്ട് 50ഓളം പേർ BJPയുടെ ഭാഗമായി. കത്തോലിക്ക സഭയാകട്ടെ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇവിടെ ഇടതുപക്ഷവും UDFും പരിഗണിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ മറ്റു വഴികൾ തേടുന്നു എന്ന നിലപാട് സ്വീകരിക്കുന്നു. ഇങ്ങനെ ക്രൈസ്തവരുടെ ഒരു വൈകാരികമായ, അതായത് ക്രൈസ്തവരുടെ ഒരു രാഷ്ട്രീയ വൈകാരികത BJPക്ക് അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്ന് ഓർഗനൈസറിൽ ഒരു ലേഖനം വരുന്നത്. ആ ലേഖനത്തിൽ പറയുന്നത്, സർക്കാർ കഴിഞ്ഞാൽ പിന്നെ വഖഫ് ബോർഡിനല്ല, കത്തോലിക്ക സഭയ്ക്കാണ് ഏറ്റവും അധികം സ്വത്തുള്ളതെന്നും 17.29 കോടി ഏക്കർ ഭൂമി കത്തോലിക്ക സഭയുടെ കീഴിലുള്ള പള്ളികൾക്കുണ്ട് എന്നും അവർ ഗ്രാമീണ മേഖലകളിൽ നിർബന്ധിതമായ മതപരിവർത്തനം നടത്തുന്നതായി കണ്ടെത്തുന്നു എന്നുമൊക്കെ ക്രൈസ്തവ സഭയെ ലക്ഷ്യം വെച്ചുള്ള, മുനവെച്ചുള്ള ചില പരാമർശങ്ങൾ അടങ്ങിയ ലേഖനം വരുന്നത്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം, നേരത്തെ താൻ പറഞ്ഞതുപോലെ തന്നെ മുസ്ലിങ്ങളെ കഴിഞ്ഞു, ഇനി ക്രൈസ്തവരെ ലക്ഷ്യമിട്ടുള്ള സംഘപരിവാറിന്റെ നീക്കം തുടങ്ങിയെന്നാണ്. അതിന് തൊട്ടു പിന്നാലെ ജബൽപൂരിലെ സംഭവം നടക്കുന്നു. അതിന് ശേഷം ഒഡീഷയിൽ നിന്നും വൈദികർ ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടാകുന്നു. BJPക്ക് ഒരു ഇരട്ട മുഖവും ഇരട്ട നയവും ഉണ്ട് എന്ന വിമർശനം നേരിടുകയാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളോടുള്ള BJPയുടെ ശരിയായ സമീപനമാണ് പുറത്തു വന്നിരിക്കുന്നതെന്നാണ് VD സതീശൻ എന്ന് പറഞ്ഞത്. എന്താണ് ഈ വിഷയങ്ങളോടുള്ള താങ്കളുടെ പ്രതികരണം? അല്ല, ഗോപികൃഷ്ണൻ ആദ്യമായിട്ട് സൂചിപ്പിക്കട്ടെ, നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ കീഴിൽ BJP സംസ്ഥാനങ്ങളിൽ ഒരു ന്യൂനപക്ഷക്കാരനും വിഷമമുണ്ടായിക്കൂടാ എന്നതാണ് നിലപാട്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ ശക്തമായിട്ട് അപലപിക്കുന്നു. അത്തരം കുറ്റവാളികൾക്കെതിരെ നിയമം അനുശാസിക്കുന്ന എല്ലാ നടപടികളും സ്വീകരിക്കും. പക്ഷെ ഒരു കാര്യം കൂടി മറന്നുകൂടാ ഗോപി, ഇത്തരം സംഭവങ്ങൾ ഇതാദ്യമായിട്ടല്ല, മുമ്പും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് വളരെ സെലക്റ്റീവായിട്ട് എക്സ്പോസ് ചെയ്യാനുള്ള മാധ്യമങ്ങളുടെ ശ്രമങ്ങളുണ്ടല്ലോ. അത് ഈ കോൺഗ്രസുകാരുടെ വലയിൽ വീണിട്ടുള്ള മാധ്യമങ്ങളുടെ ഒരു ഗതികേടാണ്. ഞാൻ വഖഫിലേക്ക് തന്നെ വരുന്നത്. വഖഫ് ബില്ലിന്റെ അവതരണ സമയത്ത് കേരളത്തിലെ ക്രൈസ്തവ സഭകൾ KCBCയും അഖിലേന്ത്യാ തലത്തിൽ CBCയും കേരളത്തിൽ നിന്നുള്ള MPമാരോടൊരു ആഹ്വാനം നൽകി. ഈ വഖഫ് ബില്ലിനെ അവര് പിന്തുണയ്ക്കണം. എന്തിനു വേണ്ടിയിട്ടാ? മുനമ്പത്തെ 600ഓളം വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ പുരയിടം സംരക്ഷിക്കാൻ, അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അവര് കടലിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതി ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതിനോട് കോൺഗ്രസുകാർ സ്വീകരിച്ച നിലപാട് എന്താ? ഞാൻ എൻ്റെ ജീവിതത്തിൽ, എനിക്ക് മാധ്യമരംഗത്ത് ഒരു അനവധി ദശാബ്ദത്തെ പരിചയമുണ്ട്. ഗോപിക്ക് അനവധി കാലത്തെ പരിചയമുണ്ടാവും. കേരളത്തിലെ ക്രൈസ്തവ സഭകൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് MPമാരോട് ഇന്നത് ചെയ്യണമെന്ന് ഒരു പരസ്യമായ അഭ്യർത്ഥന നടത്തുന്ന കണ്ടിട്ടുണ്ടോ? അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുനമ്പത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ്. അവരിൽ ക്രിസ്ത്യാനികൾ മാത്രമല്ല, ലത്തീൻ കത്തോലിക്കർ മാത്രമല്ല, ഈഴവരുണ്ട്, മറ്റേ വിവിധ സമുദായത്തിൽപ്പെട്ടവരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ്. ആ ആഹ്വാനം പുറംകാലുകൊണ്ട് അടിച്ച് കേരളത്തിലെ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ അപമാനിച്ച കോൺഗ്രസുകാര്, അവരുടെ നേതാവാണ് VD സതീശൻ ഇന്ന് വന്നിട്ട് അതും ഇതും പ്രസംഗിച്ചിട്ട് പോയത്. എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്. ഈ കോൺഗ്രസുകാർ ഭരിക്കണ കാലത്തും ഇത്തരം അക്രമ സംഭവങ്ങൾ മറ്റു പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. എല്ലാ മതസ്ഥർക്കെതിരായിട്ടും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ പാലാ ബിഷപ്പിന് എതിരെ ഉണ്ടായ കോലാഹലം നമ്മൾ കണ്ടതല്ലേ? പാലാ ബിഷപ്പിന്റെ അരമനയ്ക്ക് മുമ്പിൽ പ്രകടനം നടത്തിയ പോപ്പുലർ ഫ്രണ്ടുകാരെ സംരക്ഷിച്ചത് ഇവിടുത്തെ മാർക്സിസ്റ്റുകാരല്ലേ? ആ പാലാ ബിഷപ്പിനോട് ചെന്നിട്ട് ഒരു സൗമനസ്യം കാണിക്കാൻ അന്നത്തെ UDFന്റെ നേതാക്കന്മാർ തയ്യാറായോ? അവര് പോപ്പുലർ ഫ്രണ്ടുകാരുടെ കൂടെയല്ലേ നിന്നത്? തിരുവമ്പാടിയിലെ ബിഷപ്പിനെ എന്ത് ഭാഷ വെച്ചിട്ടാ മാർക്സിസ്റ്റുകാർ വിമർശിച്ചത്, മുഖ്യമന്ത്രി വിമർശിച്ചത്? ഞാൻ പറയുന്നില്ല ആ വാക്കുകൾ, അത് പറയാൻ കൊള്ളാത്തതാ.
അങ്ങനെയുള്ള ചരിത്രം നമുക്കുണ്ട്. ഞങ്ങള് ക്രൈസ്തവ സഹോദരങ്ങളെ സംരക്ഷിക്കും. അത് ഈ ചർച്ചയ്ക്കിടയിൽ, പാർലമെന്റിലെ ചർച്ചയ്ക്കിടയിൽ അമിത്ഷാ നൽകിയ ഉറപ്പ് കൂടിയ ഒരു കാരണവശാലും ഇത്തരം സംഭവങ്ങൾ വെച്ചു പൊറപ്പിക്കില്ല. എവിടെയെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിന് കാരണക്കാരായവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. ജബൽപൂരും ഞങ്ങൾ നടപടിയെടുത്തിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്. കേസിൽപ്പെട്ടവരെ മുഴുവൻ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും. ഒരു കോംപ്രമൈസും അക്കാര്യത്തില്ല. നരേന്ദ്രമോദി ഗവൺമെന്റ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം ക്രൈസ്തവ വിഭാഗത്തിനൊപ്പമാണ്. അത് ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു, ആവർത്തിക്കുന്നു. ഈ ഞാൻ പറഞ്ഞില്ല, വഖഫിന്റെ പേരിൽ പ്രതിക്കൂട്ടിലായ കോൺഗ്രസുകാരുടെ ചട്ടുകമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ മാറരുത് എന്നുള്ള ഹരിദാസ് സാർ, ഈ പറഞ്ഞ കാര്യങ്ങളിൽ രണ്ട് കാര്യങ്ങൾ. ഹരിദാസ് സാർ, ഒന്ന്, താങ്കൾ പറയുന്നത് മധ്യപ്രദേശിലാണെങ്കിലും അതല്ല ഒഡീഷയിലാണെങ്കിലും ഇനി BJP ഭരിക്കുന്ന സംസ്ഥാനമാണെങ്കിലും അല്ലെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ, അതായത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ അങ്ങനെ അവർ ഉന്നമിട്ട് ആക്രമിക്കപ്പെടുന്ന സന്ദർഭം ഉണ്ടായാൽ നിയമാനുസൃതം നടപടിയെടുക്കുമെന്നാണ്. ആദ്യം നമുക്ക് ജബൽപൂരിലെ വിഷയം എടുക്കാം. അവിടെ VHP പ്രവർത്തകർ മലയാളി വൈദികനെ പോലീസുകാരുടെ മുന്നിലിട്ട് ആക്രമിച്ചിട്ട് 4 ദിവസങ്ങൾ കഴിഞ്ഞു. താങ്കൾ പറഞ്ഞതുപോലെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഒറ്റയാളെ പോലും പിടികൂടിയിട്ടില്ല. ഒഡീഷയിൽ ഒരു മലയാളി വൈദികൻ ആക്രമിക്കപ്പെട്ടത് അവർ മതപരിവർത്തനത്തിന് പാകിസ്ഥാനിൽ നിന്ന് വന്ന് മതപരിവർത്തനം നടത്തുന്ന ആളാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ്. സഹവികാരിയുടെ തോളെല്ലാം അടിച്ചു പൊട്ടിച്ചത് പുറത്തു വന്ന ഗുണ്ടകളല്ല, ഈ കാക്കിയിട്ട പോലീസുകാരാണ്. നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ വെച്ചു പൊറുപ്പിക്കില്ല എന്ന് അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞാലും താങ്കളെപ്പോലുള്ളവർ ഈ ചർച്ചകളിൽ പറഞ്ഞാലും ഗ്രൗണ്ടിൽ അത് നടപടിയായി മാറുന്നില്ല എന്നതാണ് ഈ രണ്ട് സംഭവങ്ങളിലെയും അനുഭവം. പിന്നെ കോൺഗ്രസിന്റെയോ CPM-ന്റെയോ ചട്ടുകമായി മാധ്യമങ്ങൾ മാറുന്നതിലെ താങ്കളുടെ വേവലാതി, ഒറ്റ മിനിറ്റ് സാർ, താങ്കളുടെ മാധ്യമ പ്രവർത്തനത്തിലെ താങ്കളുടെ ഇടപെടലുകളെ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ചട്ടുകമായി മാറുന്നു എന്നതാണ് താങ്കളുടെ പരാതിയെങ്കിൽ ഓർഗനൈസർ ഇന്ന് ആ ലേഖനം പിൻവലിച്ചത് ഏത് ഗതികേടിന്റെ പുറത്താണ് സാർ? ഞാൻ ഓർഗനൈസറിൽ നിന്ന് തന്നെ തുടങ്ങാം. ഗോപി, ഒരു വാർത്ത നമ്മൾ സംപ്രേഷണം ചെയ്യുമ്പോൾ അതിൽ തെറ്റുണ്ടെന്ന് കണ്ടാൽ അതിനോട് മാപ്പ് പറയുന്നതും അത് തെറ്റു പറ്റിയെന്ന് തുറന്ന് സമ്മതിക്കുന്നതും ഒരു മര്യാദയല്ലേ? അത് നമ്മൾ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്യാറില്ല. ഇവിടെ ഓർഗനൈസറിന് അത് തോന്നി. അത് വെബിൽ മാത്രമേ വന്നിട്ടുള്ളൂ, പ്രിന്റഡ് എഡിഷനിലല്ല. ഓർഗനൈസറിന്റെ പ്രിന്റ് എഡിഷനിലല്ല, വെബിൽ വന്ന ലേഖനമാണ്. അതിൽ അപകടമുണ്ട്, അത് തെറ്റാണ്, അത് ശരിയല്ല, അത് വരേണ്ടതില്ല എന്ന് അതിന്റെ 10ാം ദിവസം സമിതി തീരുമാനിച്ചു. മിനിറ്റുകൾക്കകം അത് പിൻവലിച്ചില്ലേ? ആ മര്യാദ കേരളത്തിലെ മാധ്യമങ്ങൾ പലപ്പോഴും കാണിക്കാറുണ്ടോ? അല്ല, ആ വിമർശനം ഉൾക്കൊള്ളുന്നു സാർ, ആ വിമർശനം ഉൾക്കൊള്ളുന്നു. അതിനിടയിൽ ഒറ്റ കാര്യം ഒന്ന് ക്ലാരിറ്റി വരുത്തിക്കോട്ടെ. ആ ലേഖനം തെറ്റാണെന്നാണോ ശ്രീ KVS ഹരിദാസ് താങ്കൾ പറയുന്നത്? ആ ലേഖനത്തിലെ കണ്ടെത്തലുകൾ, ആ ലേഖനത്തിലെ പരാമർശ വിഷയങ്ങൾ തെറ്റാണ്, വസ്തുതാ വിരുദ്ധമാണെന്നാണോ താങ്കൾ പറയുന്നത്? സർക്കാർ കഴിഞ്ഞാൽ വഖഫ് ബോർഡിനല്ല കത്തോലിക്ക സഭയ്ക്കാണ് ഏറ്റവും അധികം സ്വത്ത് എന്ന് പറഞ്ഞതും, ഈ 17.29 കോടി ഏക്കർ ഭൂമി കത്തോലിക്ക സഭയുടെ കീഴിലുള്ള പള്ളികളിലുണ്ട് എന്ന് പറയുന്നതും, ആദിവാസി ഗ്രാമീണ മേഖലയിൽ സഭ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നു എന്ന് പറയുന്നതും, 2012 കണക്കുകൾ നിരത്തിവെച്ച് ഈ വാദങ്ങളെ സ്ഥാപിക്കാൻ ശ്രമിച്ചതും അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും വസ്തുതാ വിരുദ്ധമാണ് എന്നാണോ ശ്രീ KVS ഹരിദാസ് പറയുന്നത്? ആ തിരിച്ചറിവിൽ നിന്നാണ് ആ ലേഖനം, താങ്കൾ പറഞ്ഞതുപോലെ വെബ്സൈറ്റിൽ വന്ന ആ ലേഖനം പിൻവലിക്കപ്പെട്ടത് എന്നാണോ താങ്കൾ സ്ഥിരീകരിക്കുന്നത്? അല്ലെന്ന് എന്റെ നിലപാട്, ഞാൻ ആ ലേഖനം വായിച്ചില്ല. വാഹനം വിവാദമാകുമ്പോഴത്തേക്കും അത് വെബ്സൈറ്റിൽ നിന്ന് അപ്രത്യക്ഷമായി. അതിൻ്റെ ചില ഓരോ ഭാഗങ്ങളായിട്ടുള്ള ചില സ്ക്രീൻഷോട്ടുകൾ മറ്റ് പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ടതേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിൻ്റെ മുഴുവൻ ലേഖനവും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഓർഗനൈസർ എന്ന് പറയുന്ന ഒരു എന്താ പറയുക, പണ്ട് LK അഡ്വാനിയും BP ഭാട്ടിയും ഒക്കെ KR മൽക്കാനിയും ഒക്കെ പത്രാധിപന്മാരായിരുന്ന ഒരു സീരിയസ് ജേണൽ തന്നെയാണ്. അവരുടെ വെബിൽ ഒരു സാധനം വന്നതിൽ അപകടമുണ്ട് അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടായിരിക്കണം അതിൻ്റെ 10ാം ദിവസ സമിതി അത് വേണ്ടെന്ന് വെച്ചത്. അല്ലാതെ ഒരു വിഷയത്തിൽ ഒരു നിലപാടെടുത്താൽ അതിൽ നിന്ന് ഒളിച്ചോടുന്ന പ്രകൃതം ഓർഗനൈസറിനുണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ അവർക്ക് അബദ്ധങ്ങൾ പറ്റാറില്ലേ ഗോപി? അങ്ങനെ പറ്റിയതായിരിക്കും. അതുകൊണ്ട് അത് തിരുത്തപ്പെടേണ്ടതാണ്
എന്ന ബോധ്യമുള്ളത് കൊണ്ടായിരിക്കും അവരത് ചെയ്തത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അതിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഒറീസയിലെന്ന് മാത്രമല്ല ഇന്ത്യയിൽ എവിടെയായാലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നടപടി ഉണ്ടാകും. ബന്ധപ്പെട്ടവർ നിയമത്തിന്റെ മുമ്പിൽ എത്തേണ്ടി വരും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അത് നരേന്ദ്രമോദിയുടെ പ്രഖ്യാപിത നിലപാടാണ്, ഈ ഗവൺമെന്റിന്റെ നിലപാടാണ്. BJP അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. ഒരു കാര്യത്തിലും വിട്ടുവീഴ്ചയില്ല. പക്ഷെ ഇവിടെ കോൺഗ്രസ്സുകാർ ഈ പ്രശ്നം ഉന്നയിക്കുന്നത്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, കോൺഗ്രസ്സുകാർ ഈ പ്രശ്നം ഉന്നയിക്കുന്നത് അവരിവിടെ കത്തോലിക്ക സഭയും CBSEയെയും ഇവിടുത്തെ ബിഷപ്പുമാരെയും ഒക്കെ ആക്ഷേപിച്ചിട്ട് അപമാനിച്ചിട്ട് ഇപ്പം മുഖം രക്ഷിക്കാൻ വേണ്ടി VD സതീശൻ മുതൽ രാഹുൽ ഗാന്ധി വരെ ഓരോരോ പ്രചരണം നടത്തുക. അതൊന്നും കേരളത്തിൽ വിലപ്പോവില്ല. കേരളത്തിലെ ക്രൈസ്തവ സഭയും ക്രൈസ്തവ വിശ്വാസികൾക്കും അതിനുള്ള ബോധ്യമുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം.